ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് സജിദ് PS. ഞാൻ ഇന്നിവിടെ ആഗ്രഹിക്കുന്നത് SSC CGL എക്സാംസിൻ്റെ പാറ്റേണിൽ പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാനാണ്. 150 ദിവസത്തെ പ്ലാനാണ്, 180 ഡേയ്സ് പ്ലാനാണ്. നമുക്കിവിടെ കാണാം, ഡേ 1 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 150 ദിവസത്തെ പ്ലാനാണ് ഈ നമ്മളുടെ ടോട്ടൽ ഷെഡ്യൂളുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതിപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ ആ ട്രാക്കിലേക്ക് വരാൻ കൂടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഫോളോ ചെയ്ത് വരിക, വളരെ ഉപകാരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മോസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, നല്ല വീഡിയോസ് ആയതുകൊണ്ടും അത്യാവശ്യം 20 ലക്ഷം അല്ലെങ്കിൽ അതിൽ മേലെ വ്യൂസ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കതും ചിലതൊക്കെ ഹിന്ദിയിലുണ്ടാവും. അത് ഹിന്ദിയിലുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ഹിന്ദിയിലാണെങ്കിലും കുറേയൊക്കെ കണ്ടന്റ് എന്താണ് സ്ക്രീനിലുള്ളത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി എന്താണ് ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അഥവാ മനസ്സിലാവാത്തത് നമ്മളെ കമൻറ്റിൽ ചോദിക്കുക, നമ്മളത് സോൾവ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്ന തന്നെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡേ 1 കാര്യങ്ങളിലൂടെ പറയാം. അതിന് മുമ്പായിട്ട് ഡേ 1 കാര്യങ്ങൾ പറയാൻ മുന്നായിട്ട് ഞാൻ ബുക്കുകൾ കാണിച്ചു തരാം. ബുക്കുകൾ പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബുക്കുകളുടെ പർച്ചേസ് ലിങ്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബുക്കുകൾ വാങ്ങുക. ആ ബുക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബുക്കുകൾ കൂടി നമുക്ക് എന്തുണ്ട് ഷെഡ്യൂൾ തീർക്കാൻ ആവശ്യമുണ്ട്. അതിന് ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷിൻ്റെ ബ്ലാക്ക് ബുക്ക്, ഇംഗ്ലീഷ് വൊക്കാബ്സ് കാര്യങ്ങൾക്കുള്ള ബ്ലാക്ക് ബുക്ക്. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ബുക്ക്. ജസ്റ്റ് കാണിച്ചു തന്നൊന്ന്. പിന്നെ അടുത്തത് നമ്മൾ GK റിവിഷനും പർപ്പസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് അരിഹന്തിൻ്റെ GK ബുക്ക്. ഓക്കെ, ഇതാണ് ഇംഗ്ലീഷിന്. പിന്നെ നമ്മൾ ഗ്രാമർ സെക്ഷൻ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ബുക്ക് KD പബ്ലിക്കേഷൻ്റെ. ഓക്കെ, 3 ബുക്കുകളുണ്ട്. പിന്നെ നമ്മൾ PYQ സോൾവ് ചെയ്യാനായിട്ട് പിനാക്കിളിൻ്റെ ബുക്കോ അതുപോലെ അല്ലെങ്കിൽ കിഡൻസിൻ്റെ ബുക്ക്, അതൊക്കെ നമ്മൾ വഴിയെ ഷെഡ്യൂൾ അനുസരിച്ച് പറയും. ഇങ്ങനെ 3-4 ബുക്കുകളാണ്. ഞാൻ പർച്ചേസ് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഡേ 1 പറയാം. ഡേ 1 റിമെമ്പർ സ്ക്വയർ അപ് ടു 40 ഇതിനുള്ള ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ഓക്കെ, ഷോർട്ട് ട്രിക്ക് ഉണ്ട്. നമ്മൾ 100 വരെയുള്ള ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഈ 100 വരെയുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് പോവാം. പക്ഷേ ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നതുകൊണ്ട് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ബൈ ഹാർട്ട് പഠിക്കുന്നതുകൊണ്ട് അതിന് മുന്നേ ഞാൻ വേണമെങ്കിൽ ആ ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവുമോ. അതിന് തന്നെ ജസ്റ്റ് 37ൻ്റെ സ്ക്വയർ. ഈ 37ൻ്റെ സ്കോർ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 3യുടെ സ്കോർ കാണണം. 3യുടെ സ്കോർ എത്രയാണ്? 9. ഈ 9 എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് 9 എഴുതാതെ എപ്പോഴും ഡബിൾ ഡിജിറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ 0, 9. ഓക്കെ, ഈ 7ൻ്റെ സ്കോർ എത്രയാണ്? 49. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതല്ല, ഈ 3 നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 7 21, 21 × 2 42. ഓക്കെ, ആൻസർ 9, 6, 9 4 13. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ തരാം. 24. 24ൻ്റെ സ്ക്വയർ എത്ര? 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ നമ്മൾ 04 എഴുതുക. 4ൻ്റെത് 16. ഓക്കെ, 2 × 4 8, 8 × 2 16. ഓക്കെ, നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റിൻ്റെ തൊട്ട് മുന്നേ ആണ് നമ്മൾ ലാസ്റ്റ് ഈ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എഴുതേണ്ടത്. അതായത് ഇവിടെ 9ൻ്റെ താഴെയല്ല, ഒരു ഡിജിറ്റ് നീക്കിയിട്ട്, ഇവിടെയും 6ൻ്റെ താഴെയല്ല, ഒരു ഡിജിറ്റ് നീക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 6, 7, 5. ഓക്കെ, നമുക്ക് വേറെ എക്സാം കൂടി ചെയ്ത് നോക്കാം. 87. ഓക്കെ, 87ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 8ൻ്റെ സ്ക്വയർ 64, 7ൻ്റെ സ്ക്വയർ 49. 8 7 എത്രയാണ്? 56. 56 × 2 112. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം നോക്കിയിട്ട് 112 എഴുതി. അപ്പോൾ 9, 6, 5, 65. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങളൊന്ന് 2 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ്സിൽ ആൻസർ കിട്ടും. അപ്പോൾ 100 വരെ ഉള്ളതിൻ്റെ സ്കോർ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. പക്ഷേ ഇങ്ങനെ നമ്മൾക്ക് കിട്ടുമെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ ഒരു കണക്ക് നോക്കി നോക്കൂ. അതായത് 526, 310, 25 എന്ത് വരും എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്ക്വയർ നേരത്തെ അറിയാമെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് 40 വരെ ഉള്ളത് പഠിക്കാൻ പറയുന്നത്. നമുക്ക് 40 വരെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 30 വരെ എന്തായാലും പഠിക്കുക. പിന്നെ ഗ്രാജുവലി പയ്യെ നമ്മൾ ലേൺ ചെയ്തോളും. അപ്പോൾ തുടക്കക്കാർ ഫസ്റ്റ് ഡേ ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ചുമരിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക 40 വരെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ട് കണ്ട് അതെന്താവും ബൈ ഹാർട്ടായി പോയിക്കോളും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ അറിയാം, 5ന്റെ സ്കോർ 25 അറിയാം. അപ്പൊ 25, പിന്നെ തൊട്ടടുത്ത ഡിജിറ്റ് ആണ് 26, പിന്നെ 3 തൊട്ടടുത്ത ഡിജിറ്റ് ആണ് 10. ഓക്കെ, അത് 3ന്റെ സ്കോർ 9, അതിന്റെ തൊട്ടടുത്ത ഡിജിറ്റ് ആണ് 10. അങ്ങനെയാണെങ്കിൽ 25ന്റെ 625 അതിന്റെ തൊട്ടടുത്ത ഡിജിറ്റ് 626 ആണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ 625 അല്ലെങ്കിൽ ഈ 3ന്റെ സ്കോർ 9, 5ന്റെ സ്കോർ 25 എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ വന്നാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ആ സ്കോറിന്റെ തൊട്ടടുത്ത ഡിജിറ്റ് ആണ് അതിന്റെ ഒരു അനലോഗി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു സ്ക്വയർ പഠിക്കണം എന്നുള്ളത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ബേസിസ് ഓഫ് ഗ്രാമർ. ഈ ഗ്രാമർ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ടേം, അതായത് നൗൺ എന്താണ്, പ്രിപ്പോസിഷൻ എന്താണ്, വെർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, അങ്ങനെ ഒരു ജസ്റ്റ് ടേം പറഞ്ഞു പോയതാണ്. വളരെ ബേസിക്സ് വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ തൊട്ട് മുകളിലുള്ള ലെവലും അഡ്വാൻസ് ലെവലൊക്കെ പഠിക്കും. അതീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ അനലോഗിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിന്റെ ഷോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ സെക്ഷനാണ്. ഓക്കെ, പിന്നെ ഈ ജി കെ പാർട്ടില് അത് 4 മണിക്കൂറുള്ള ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ മാരത്തോൺ ആണ്. നമ്മളത് ഫസ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 അവർ 6 മിനിറ്റ് കണ്ടാൽ മതി. നമ്മൾ നേരത്തെ കാണിച്ച അരിഹന്തിന്റെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കണ്ടന്റ് റിവൈസ് ചെയ്യും. അപ്പൊ നോട്ട് എഴുതേണ്ടവർക്ക് നോട്ട് എഴുതാം, പക്ഷേ ആ കണ്ടന്റ് മുഴുവൻ എഴുതണമെന്നില്ല. നിങ്ങളെ അത് പയ്യൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് രണ്ട് തവണ നമ്മൾ ഈ അരിഹന്തൊക്കെ വായിച്ചിട്ട് അരിഹന്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് നമ്മൾ പിന്നീട് നോട്ട് ചെയ്താൽ മതി. അരിഹന്തിൽ അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ക്ലാസ് കാണുക, മറ്റു ക്ലാസ്സുകൾ അതിൽ PPT ഷെയർ ചെയ്തിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നേ. ഇതാണ് നമ്മളെ ഡേ 1. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കക്കാർ ഇത് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് പേടിക്കണ്ട. ഇത് ഇവിടെ ചാനലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീരുന്നതനുസരിച്ചിട്ട് തീർത്ത് പോവുക, മാക്സിമം സ്പീഡാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒന്നിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ നോക്കാം. ഞാനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, ബൈ.